കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങൾ എല്ലാം, ദൃശ്യമാധ്യമങ്ങളുമുണ്ട്, പത്രമാധ്യമങ്ങളുമുണ്ട്. മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, എന്തിനേറെ പറയുന്നു കേരള കൗമുദി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ. മറുപുറത്ത് ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, 24 അടക്കമുള്ള ന്യൂസ് ചാനലുകൾ എല്ലാം ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഒരാളെയാണ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് ഒരാളുടെ ചോര തന്നെയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ചോരയാണല്ലോ, അത് അത്ര പെട്ടെന്ന് ലഭിക്കുമെന്ന് കരുതേണ്ട എന്ന്. മാധ്യമങ്ങൾ എന്തിനാണ് പിണറായി വിജയനെ ഇങ്ങനെ വേട്ടയാടുന്നത്? SSC ലാബിൽ കേസ് മുതൽ നാം ഇങ്ങോട്ട് കണ്ടതാണ്. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ, കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കളല്ല അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്, കേരളത്തിലെ മാധ്യമങ്ങളാണ്. അത് ഏറ്റുപിടിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ സമരങ്ങൾ നയിക്കുക, ആ സമരങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുക, വാർത്തകൾ നിറഞ്ഞു നിൽക്കുക, നിരന്തരം ചർച്ചകൾ നടത്തുക. അങ്ങനെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും താഴെയിറക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. പക്ഷെ നടന്നില്ല. 2ാം വട്ടവും അധികാരത്തിൽ വന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ 1ാം എപ്പിസോഡ് കണ്ടത് 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ്. എന്നാൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ 2ാം എപ്പിസോഡും നാം കണ്ടതാണ്. സ്വപ്ന സുരേഷിനെയും കൊണ്ടു നടന്ന മാധ്യമങ്ങളെ നാം കണ്ടതാണ്. അതിനുശേഷം ക്യാമറ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നു മാധ്യമങ്ങൾ. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് കൊട്ടയിലിട്ടു ഹൈക്കോടതി. അതിനുശേഷവും നിരന്തരം ഹൈക്കോടതിയെ സമീപിക്കുക, ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങുക, മാധ്യമങ്ങൾ ഒരു കേസ് കെട്ടിപ്പൊക്കുക. ഇതൊരു തുടർ പ്രക്രിയയായി കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് SFIO കേസ്. മകളിലൂടെ പിണറായി വിജയനെ പിടിക്കാൻ അതായിരുന്നു ലക്ഷ്യം. CPM-നകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക, അത് ഉപയോഗിച്ച് പിണറായി വിജയനെതിരെ പാർട്ടിക്കകത്ത് തന്നെ നീക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതും വലിയ ഒരു ഗൂഢാലോചനയാണ്. അതും ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ CPM-നെതിരെ വ്യാജ രേഖ ചമച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു മുൻ മാധ്യമ പ്രവർത്തകനാണ്. അത് ഒരു വിഭാഗീയതയുടെ കാലത്തായിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. മാർക്സിസ്റ്റ് പത്രിക തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകനാണ്. അവർ തയ്യാറാക്കുന്ന മാർക്സിസ്റ്റ് പത്രികയാണ് മറ്റു മാധ്യമങ്ങൾക്ക് കൈമാറാറുള്ളത് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു ഒരു മാധ്യമ പ്രവർത്തകൻ. അതിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകൻ K. കരുണാകരന്റെ മാധ്യമ കൂട്ടായ്മയിലുണ്ടായ വ്യക്തി കൂടിയായിരുന്നു അത്. അതിനുശേഷവും അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ SFIO കേസിലാണ് അത് വന്ന് നിൽക്കുന്നത്. മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരിക, ഏതെങ്കിലും ഒരു മാധ്യമമായിരിക്കും അത് ചെയ്യുക. SFIO കേസിന്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മലയാള മനോരമയായിരുന്നു. അതിനു മുമ്പ് തന്നെ ന്യൂദില്ലിയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇതിൻ്റെ പകർപ്പും കോപ്പികളുമൊക്കെ കിട്ടിയിരുന്നു. അവരത് വായിച്ചു നോക്കിയതാണ്. പക്ഷെ അതിൽ കഴമ്പില്ല എന്ന് കണ്ട് വാർത്ത കൊടുക്കാതെ നിന്നു. അവസാനമാണ് മാസപ്പടി കേസ് എന്ന് പറഞ്ഞ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മലയാള മനോരമ ഈ വാർത്ത വലിയ വാർത്തയായി 1ാം പേജിൽ കൊടുക്കുന്നത്. അതോടെ മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ആരാണ് വാർത്തയിലെ ഇര? പിണറായി വിജയന്റെ മകളാണ്. പിണറായി വിജയന്റെ മകളോട് മാധ്യമങ്ങൾക്ക് പ്രത്യേക എതിർപ്പൊന്നുമില്ല. അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഈ മാധ്യമങ്ങളുടെ ഒരു എതിരാളിയേ അല്ല പിണറായി വിജയന്റെ മകൾ. പക്ഷേ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മകളിലൂടെ പിണറായി വിജയനിലേക്ക് എത്താം എന്നാണ് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കേന്ദ്ര ഏജൻസികളും ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം. ഇതും വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല. അപ്പോഴാണ് PK ശ്രീമതിയിലൂടെ ഒരു കളി കളിച്ചു നോക്കാം എന്ന് കരുതിയത്. PK ശ്രീമതി എതിർത്തു പറയും മുഖ്യമന്ത്രിയെ. CPM-നകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു കോക്കസ് രൂപം കൊള്ളും. അതിലൂടെ CPM-ൽ ഭിന്നിപ്പുണ്ടാക്കാം. ആ ഭിന്നിപ്പിലൂടെയെങ്കിലും 2026 തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കുന്നതിൽ നിന്ന് പിണറായി വിജയനെ മാറ്റി നിർത്താം. ഇതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. PV അൻവറിലൂടെ നാം അത് ഏറെ കണ്ടതാണ്. ഇപ്പോൾ PV അൻവർ എവിടെ എത്തി നിൽക്കുന്നു എന്നത് നാം കണ്ടു. തൃശ്ശൂർ പൂരം
കലക്കിയത് പിണറായി വിജയനാണ്, പൂരം കലക്കി വിജയൻ എന്നായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന വാക്കുകൾ. അവസാനം തിരുവമ്പാടി ദേവസ്വം ബോർഡ് അംഗം വന്ന് കാലുതൊട്ട് വന്ദിക്കുന്നു പിണറായി വിജയന്റെ ആ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അതേപോലെ മുനമ്പം വിഷയം, അടുത്ത കാലത്ത് ഏറ്റവും വിവാദമായ മുനമ്പം വിഷയം, ആ വിഷയം പരിഹരിക്കാൻ മുൻകൈയെടുത്തത് സംസ്ഥാന സർക്കാരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ ചതിക്കുകയാണ് എന്ന വലിയ വിവാദം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. BJP മുന്നിൽ നിന്നു, UDF സഹായിച്ചു. അങ്ങനെ അത് ഒരു ചർച്ചയാക്കി മാറ്റി. മുനമ്പത്തെ ജനങ്ങൾക്കും അത് ശരിയാണല്ലോ എന്ന് തോന്നുന്ന വിധത്തിൽ കേരളത്തിൽ വലിയ ക്യാമ്പയിൻ നടന്നു. അവസാനം എന്തായി? എല്ലാം തകർന്നു വീണു. പിണറായി വിജയൻ വിചാരിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ, സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ, പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നതിലേക്ക് മുനമ്പം നിവാസികൾ എത്തി. അവിടെയും തകർന്നു പോയത് മാധ്യമ പ്രതിപക്ഷ കൂട്ടുകെട്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ പ്രശ്നത്തിലും തകർന്നു പോയത് മാധ്യമ പ്രതിപക്ഷ BJP അടക്കമുള്ള കക്ഷികളുടെ കൂട്ടുകെട്ടായിരുന്നു. അവസാനമാണ് PK ശ്രീമതിയിലൂടെ CPM-ൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം നടത്തിയത്. അതും ഇതാ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. PK ശ്രീമതിയും MP ഗോവിന്ദൻ മാസ്റ്ററും MA ബേബിയും ഒറ്റക്കെട്ടായി വാർത്തയ്ക്കെതിരെ രംഗത്ത് വരികയും വാർത്ത പച്ചക്കള്ളമാണ് എന്ന് പറയുകയും PK ശ്രീമതി ടീച്ചർക്ക് ഏത് സമയവും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കാം എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി അതിൻ്റെ കൂമ്പും അടഞ്ഞുപോയി. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. എന്നിട്ടും അവർക്കൊരു ജാള്യത തോന്നുന്നില്ലല്ലോ എന്നതാണ് കേരളം ചോദിക്കുന്ന ചോദ്യം. പക്ഷേ പിണറായി വിജയൻ അദ്ദേഹം നിശ്ചയിച്ച ഒരു പാതയിലൂടെ ധീരമായി മുന്നോട്ട് പോകുന്നു. അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം.